ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തേക്കാൾ ജ്ഞാനമേറിയതും, ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തേക്കാൾ ബലമേറിയതുമാകുന്നു എന്ന് നാം കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഹിന്ദി ക്ലാസ്സിൽ ഞങ്ങൾ വായിച്ച ഒരു വേദഭാഗമാണത്. ദൈവവചനത്തിൻ്റെ നിസ്തുലതയെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനുഷിക യുക്തിക്കതീതമാണ് എന്നതിന് ഞങ്ങളെടുത്ത ഒരു ഉപോദ്ബലകമായ വാക്യമാണ്. അത് വളരെ രസകരമായി തോന്നിയതുകൊണ്ട് ഇവിടെയും ഞാനത് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. God's word is far above human reason. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മാനുഷിക യുക്തിക്കും സഭയ്ക്കും സഭാ നേതൃത്വത്തിനും സഭാ പാരമ്പര്യങ്ങൾക്കും മനുഷ്യന്റെ തോന്നലുകൾക്കും അനുഭവങ്ങൾക്കും ദൈവത്തിൻ്റെ നാമത്തിനു മീതെയും അതീതമാണ് ദൈവത്തിൻ്റെ വചനം എന്ന്. സ്തോത്രം. അതേപ്പറ്റി പഠിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ഭാഗം ഓർമ്മ വന്നതും വായിച്ചതും. 1 കൊരിന്ത്യർ 1-ന്റെ 24-ാമത്തെ പറയുന്നത് പോലെ, സ്തോത്രം, ദൈവത്തിൻ്റെ ഭോഷത്വം, ദൈവത്തിന് ഭോഷത്വം ഇല്ല. ഓക്കെ, ഇനിയും ഒരു വാദത്തിന് വേണ്ടി ദൈവത്തിൽ ഭോഷത്വം ഉണ്ട് എന്ന് വെച്ചാൽ പോലും ആ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തേക്കാൾ ജ്ഞാനമേറിയത്. സ്തോത്രം. അങ്ങനെയൊരു സർവജ്ഞാനിയായ ദൈവത്തെ ദൈവമായും പിതാവായും നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ആ ദൈവത്തിൻ്റെ മുമ്പാകെ ശിരസ്സ് നമിക്കുന്നു. സ്തോത്രം. കൈകൾ കൂപ്പുന്നു. സ്തോത്രം. എന്നെ തന്നെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ജ്ഞാനവും മറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ജ്ഞാനവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും, വിശേഷിച്ച കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കട്ടെ. സ്തോത്രം. അത് മനസ്സിലായി കാണുമല്ലോ. യേശുക്രിസ്തുവിന് പൗലോസ് കൊടുത്തിരിക്കുന്ന 2 നാമങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. 1 കൊരിന്ത്യർ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിലായിട്ടാണ് കാണുന്നത്. യേശുക്രിസ്തുവിനെ ചില വേർഷൻസിൽ 24-ാം വാക്യത്തിലാണ്, ചിലതിൽ 25-ാം വാക്യത്തിലാണ്. യേശുക്രിസ്തുവിനെ ദൈവജ്ഞാനമായിട്ട് പറയുന്നു. 1 കൊരിന്ത്യർ 2-ന്റെ 7-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമായി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവജ്ഞാനവും മറഞ്ഞിരിക്കുന്ന മറഞ്ഞിരുന്ന ദൈവജ്ഞാനവുമായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന്. പ്രൈസ് ഗോഡ്. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നും കൂടെ പോകാം. അല്ലെങ്കിൽ 11, 12, 13 വായിച്ചോ. നമ്മൾ 12-ാം വാക്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച സങ്കീർത്തനം 22-ന്റെ 22 കൂടെ വായിക്കാം. Psalms 22:22.
ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കും. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ കൂടെ. ഐഷ്യ 8:17 and 18. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. നമ്മൾ ഒടുവിൽ വായിച്ച 3 വാക്യങ്ങളെ എടുത്ത് ഉദ്ധരിക്കുകയാണ് എബ്രായ ലേഖന കർത്താവ് 12-13 വാക്യങ്ങളിൽ. അതിനെക്കുറിച്ച് നമ്മൾ ബുധനാഴ്ച രാത്രി അല്പമായിട്ട് ചിന്തിക്കുക കൂടെ ചെയ്തിരുന്നുവല്ലോ. നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ, ഐഡന്റിഫൈ വിത്ത് യു ആൻഡ് മീ. നമ്മോടുള്ള യേശുക്രിസ്തുവിൻ്റെ ഏകീഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഐഡന്റിഫൈങ് വിത്ത് human beings. Human beings in general and saints in specific. In particular, മനുഷ്യരോട് പൊതുവേയും വിശുദ്ധന്മാരോട് പ്രത്യേകിച്ചുമുള്ള യേശുക്രിസ്തുവിൻ്റെ ഏകീഭാവമാണ് 9 മുതൽക്ക് 18 വരെയുള്ള 10 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. 2 വിധ ഏകീഭാവങ്ങൾ. ജീസസ് solidarity in 2 ways with human beings. With the entire humanity in general and with the saints in particular. മാനവജാതിയോട് പൊതുവായിട്ട് യേശു താദാത്മ്യപ്പെട്ടു. വിശുദ്ധന്മാരോട് പ്രത്യേകാലും. 9-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക മാനവജാതിയോടുള്ള പൊതുവായ ഏകീഭാവമാണ്. സ്തോത്രം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിലെ ഏകീഭാവം നമുക്ക് കാണാം. അതായത് യേശുക്രിസ്തു മനുഷ്യനോട് താദാത്മ്യപ്പെട്ടു. 2, മനുഷ്യർ ദൈവപുത്രനായ യേശുക്രിസ്തുവിനോടും. യേശുക്രിസ്തു മനുഷ്യരോട് താദാത്മ്യപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമിലിറ്റി ആൻഡ് ഹ്യൂമിലിയേഷനെ കാണിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ താഴ്മയെയും താഴ്ത്തപ്പെടുന്നതിനെയും. യേശുക്രിസ്തുവിൻ്റെ താഴ്മയെയും യേശുക്രിസ്തു നിന്ദിക്കപ്പെടുന്നതിനെയും. ഹ്യൂമിലിറ്റി and humiliation. എന്നാൽ മനുഷ്യർ ദൈവപുത്രനോട് താദാത്മ്യപ്പെടുന്നത് നമുക്ക് കാണാം. അത്
അവർ എക്സോൾട്ടേഷൻ, മനുഷ്യരുടെ ഉയർച്ചയാണത്. ഉയർത്തപ്പെടൽ, ഉയർച്ച എന്നതിനേക്കാൾ ഉയർത്തപ്പെടൽ. സ്തോത്രം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. അതിനോടൊപ്പം ഒരു കാര്യവും കൂടെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. 12-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. എ ജോയസ് ആക്ട് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ വളരെ ആനന്ദകരമായ, സന്തോഷകരമായ ഒരു പ്രവൃത്തി. സ്തോത്രം. അതിനും രണ്ട് മുഖങ്ങൾ അവിടെ കാണാം. എന്താ? നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. പ്രൈസിങ് ദ ഫാദർ. രണ്ട്, ആരോട് അല്ലെങ്കിൽ എവിടെ? ബ്രദറൻ. Brethren, among the brethren. To the brethren among the congregation. സഹോദരന്മാരോട് സഭാമധ്യേ. Christ's joy in communicating with you and me. Communing with his saints. സ്തോത്രം. അപ്പം ഏതാണ്ട് ഒരു 3 രണ്ടുകളാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ. രണ്ട് മുഖങ്ങളുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തേത്, യേശുക്രിസ്തുവിന്റെ ഏകീഭാവം. പൊതുവായി മനുഷ്യരോട്, പ്രത്യേകാൽ വിശുദ്ധന്മാരോട്. ആ 2 വശങ്ങൾ കണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, യേശുക്രിസ്തു നമ്മോട് താദാത്മ്യപ്പെട്ടത് യേശുവിൻ്റെ താഴ്ചയെയും താഴ്മയെയും കാണിക്കുമ്പോൾ നമ്മെ തന്നോട് ഏകീഭവിപ്പിക്കുന്നത് നമ്മുടെ ഉയർച്ചയെ കാണിക്കുന്നു. അവിടെയും 2 രണ്ടുകൾ. മൂന്നാമത്തെ 2 ഇപ്പോൾ ഒടുവിൽ നമ്മൾ കണ്ടു. യേശുക്രിസ്തുവിന്റെ വളരെ സന്തോഷകരമായ 2 പ്രവൃത്തികൾ. ഒന്ന്, പിതാവിനെ വാഴ്ത്തുക, പിതാവിന്റെ നാമത്തെ കീർത്തിക്കുക. 2, സഹോദരന്മാരോട് അഥവാ ദൈവസഭയിൽ അറിയിക്കുക നമ്മോടുള്ള കർത്താവിൻ്റെ ഇടപെടിയിൽ സംസാരം. ഇങ്ങനെയുള്ള 3 രണ്ടുകളാണ് 6 കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ഇനിയുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും. നമ്മളതിനെ ഈ നിലയിലൊന്ന് വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. അന്തസത്ത നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ കൺഫ്യൂഷനോ സംശയമോ ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വിശദീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും സ്തോത്രം. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ ഏകീഭാവം.
ക്രിസ്തുവിന്റെ ഏകീഭാവത്തിൽ നമ്മൾ കണ്ടു. ഒന്ന്, മനുഷ്യരോട് പൊതുവെയും വിശുദ്ധന്മാരോട് വിശേഷാലും. 9-ാം വാക്യം മുതലേ നമുക്കത് കാണാം. എങ്ങനെ? 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായിട്ട് യേശു വന്നു. ജീസസ് made himself identified with the general humanity in his profile. Even though it was for a while, he made himself a little lower than the angels. In appearance, Jesus was humbled himself. Jesus humbled himself. യേശുക്രിസ്തു പൊതു മാനവജാതിയോടുള്ള ബന്ധത്തിൽ ദൂതന്മാരെക്കാൾ തന്നെത്താൻ അല്പം മാത്രം താഴ്ച വന്നവനായിട്ട് തീർത്തു. സ്വയം താഴ്ന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരും യേശുവിനെ താഴ്ത്തിയതല്ല, പിതാവ് പോലും. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ യേശു പൊതുമാനവജാതിയോട് തൻ്റെ അപ്പിയറൻസിൽ, തൻ്റെ ബാഹ്യമായ വെളിപ്പെടലിൽ ഏകീഭവിപ്പിച്ചു സാധാരണ മനുഷ്യരോട്. സ്തോത്രം. അത് മാത്രമല്ല, യേശുക്രിസ്തു വീണ്ടും നാം കാണുന്നത് താഴോട്ടുള്ള വാക്യങ്ങളിൽ 13-14 വാക്യങ്ങൾ കാണുന്നുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. 9-ാം വാക്യത്തിന്റെ അതേ വിഷയം തന്നെയാണ് 14-ാം വാക്യത്തിലും. In physical appearance and existence, Jesus made himself a little lower than the angels. That means in very much compatibility with human beings living in the flesh and blood. ജഡരക്തങ്ങളിൽ വസിക്കുന്ന മനുഷ്യരോട് ഏകീഭവിക്കേണ്ടതിന് യേശു തന്നെത്താൻ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി തീർന്നു. സ്തോത്രം. അപ്പോ ദൂതന്മാരെക്കാൾ തന്നെത്താൻ താഴ്ത്തി. 2, ജഡരക്തങ്ങളോട് കൂടിയ മനുഷ്യരോട് ഏകീഭവിച്ചു താനും ജഡരക്തങ്ങളോട് കൂടിയവനായി. 3-ാമത്തെ ഏകീഭാവം നമുക്ക് കാണാം മരണത്തിലാണ്. അതും അതേ 2 വാക്യങ്ങളിൽ, 2-14-15 വാക്യങ്ങളിലുണ്ട്. നമ്മൾ മനുഷ്യർ മരണാധീനരാകുന്നതുകൊണ്ട് യേശുവും മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈവൻ ഇൻ ഡെത്ത് he identified himself with humanity. സ്തോത്രം. യേശു ദൂതന്മാരെക്കാൾ തന്നെത്താൻ താഴ്ത്തി. 2, നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. 3, നമ്മെപ്പോലെ യേശു മർത്യനായി.
മരിക്കുന്ന ജഡം, മരിക്കാവുന്ന ജഡം, കൊല്ലപ്പെടാവുന്ന ജഡം യേശു എടുത്തു. മരണം അനുഭവിച്ചെന്നും ആസ്വദിച്ചെന്നുമുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സ്തോത്രം. മരണത്തിൽ യേശു നമ്മോട് ഏകീഭവിച്ചു എന്ന് വെച്ചാൽ പൊതു മനുഷ്യ സമൂഹത്തോട്. നാലാമത്തെ ഏകീഭാവം താഴെയുള്ള വാക്യങ്ങളിലുണ്ട്, 17 തൊട്ടുള്ള വാക്യങ്ങളിലുണ്ട്. എന്തിലാണ് യേശു സാധാരണ മനുഷ്യനോട് ഏകീഭവിച്ചത്? കഷ്ടമനുഭവം. അവിടെ കഷ്ടമനുഭവിക്കുന്നത് എന്നൊരു പദം ഉണ്ടോ? നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടോ? മറ്റൊരു Might be a merciful and faithful high priest. പരീക്ഷിതനാകുന്നതിൽ, പരീക്ഷ സഹിക്കുന്നതിലും, അത് കഷ്ടപ്പാടുകൾ തന്നെയാണ്. ക്രൂശ് മരണമെല്ലാം ആണെങ്കിലും ആ പദം, നമ്മൾ അവിടെയുള്ള പദങ്ങൾ തന്നെ എടുക്കുക. ആശയം അവിടെ ഉണ്ട്, ആ പദങ്ങൾ തന്നെ നമ്മൾ എടുക്കുന്നു. പരീക്ഷ സഹിക്കുന്നതിലും അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നതിലും യേശു സാധാരണ മനുഷ്യനോട് ഏകീഭവിച്ചു. 4 main solidarities of Jesus with the general humanity to the fallen human race. പാപത്താൽ വീഴ്ച വന്ന മനുഷ്യ സമൂഹത്തോടുള്ള യേശുക്രിസ്തുവിന്റെ ചതുർവിധമായ ഏകീഭാവങ്ങൾ, ഏകാത്മകത അനുഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മനുഷ്യർ തങ്ങളുടെ ശാരീരിക അസ്തിത്വത്തിൽ ദൂതന്മാരെക്കാൾ താണവരായിരിക്കുന്നത് പോലെ യേശുവും താൻ ദൂതന്മാരെക്കാൾ തന്നെത്താൻ താഴ്ത്തി. ആരാണെന്ന് നമുക്ക് 1-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലായതാണ്. ദൂതന്മാരെക്കാൾ വലിയവൻ, ശ്രേഷ്ഠൻ, ദൂതന്മാരെയും സൃഷ്ടി ചെയ്തവൻ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, യേശു സകലത്തിൻ്റെയും സ്രഷ്ടാവ്, എല്ലാറ്റിൻ്റെയും പരിപാലകൻ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ദൂതന്മാർ അവന്റെ സേവകാത്മാക്കളാണ്. പക്ഷേ നമ്മോടുള്ള സ്നേഹം നിമിത്തം, നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു തൻ്റെ സേവകാത്മാക്കളായ ദൂതന്മാരെക്കാളിലും താണവനായി വന്നു. താണവനായി വരിക മാത്രമല്ല, ആ ദൂതന്മാരുടെ ശുശ്രൂഷ, സഹായം യേശുവിന് വേണ്ടി വരികയും ചെയ്തു തൻ്റെ മനുഷ്യത്വത്തിൽ. 2 സന്ദർഭങ്ങളിലെങ്കിലും വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ഒന്ന്, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട സമയം, പരീക്ഷിക്കപ്പെട്ട മരുഭൂമിയിൽ. മറ്റൊന്ന് ഗതസമനയിൽ. അവനെ ശക്തീകരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചു. അപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ, സഹായം യേശുവിന് തൻ്റെ ഭൗമ ജീവിതത്തിൽ വേണ്ടി വന്നു. അങ്ങനെ ഒരു താഴ്ചയിലേക്ക് യേശു സ്വയം ഇറങ്ങി വന്നു. ദാറ്റ് ഈസ് ബോത്ത് ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് ഹ്യൂമിലിയേഷൻ. സ്തോത്രം. ആ സ്വർഗത്തിലെ ദൂതന്മാരാരും യേശു ആരാണെന്നറിയാവുന്നത് കൊണ്ട് കർത്താവിനെ പരിഹസിച്ചിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ദൂതന്മാരാരും യേശുവിനെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ
സാധാരണ മനുഷ്യരുടെ മുൻപിലും സാത്താന്യ ശക്തികളുടെ മുൻപിലുമൊക്കെ അതൊരു പരിഹാസ വിഷയമാകാം. സ്തോത്രം. അങ്ങനെ ദൂതന്മാരെക്കാൾ താണവനായി വന്ന യേശു ജഡരക്തങ്ങളോടുകൂടിയവനായി. ആ ജഡരക്തങ്ങളോട് കൂടിയവനായപ്പോൾ തന്നെ അവൻ ദ്രവത്വത്തിന്, മരണത്തിന് അധീനനായിരുന്നു. കൂടാതെ നമ്മെപ്പോലെ പരീക്ഷിതനായി. സ്തോത്രം. ഈ 3-4 കാര്യങ്ങളിൽ യേശുക്രിസ്തു വീഴ്ച വന്ന മാനവ സമൂഹത്തോട്, പാപത്തിന് അധീനപ്പെട്ടുപോയ മാനവ സമൂഹത്തോട്, പാപത്തിൽ വീണുപോയ മനുഷ്യ സമൂഹത്തോട് ഏകീഭവിച്ചു. Christ became one with the fallen human beings, at least in these 4 aspects. രണ്ടാമത്തേത്, ആദ്യത്തെ 2-ലെ രണ്ടാമത്തെ ഭാഗം മനസ്സിലാക്കാൻ പ്രയാസമില്ലേ? സ്തോത്രം. ആദ്യത്തെ 2-ലെ രണ്ടാമത്തെ ഭാഗം, യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരോട് ഏകീഭവിച്ചു. Christ became one with the saints. സ്തോത്രം. നമ്മോട്, വിശുദ്ധന്മാരോട് യേശു കർത്താവ് ഏകീഭവിച്ചു. ഇൻ സ്പെസിഫിക്, Christ's solidarity with the saints. അതേത് വിഷയത്തിലാ നമ്മളോട് യേശു ഏകീഭവിക്കുന്നത്? വിശുദ്ധന്മാരോടുള്ള യേശുക്രിസ്തുവിന്റെ ഏകീഭാവം നമ്മൾ Praising God. രൂപാന്തരപ്പെടുമ്പോൾ അവനോട് ഏകീഭവിക്കുന്നു. in brotherhood or in sonship, as brothers, certainly. നമ്മോടുള്ള യേശുക്രിസ്തുവിന്റെ, വിശുദ്ധന്മാരോടുള്ള ക്രിസ്തുവിന്റെ താദാത്മ്യപ്പെടൽ ഒരേ വിഷയത്തിന്റെ 2 മുഖങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ പുത്രത്വത്തിൽ, മക്കൾ എന്ന നിലയിൽ. ക്രിസ്തുവും പുത്രൻ, നമ്മളും മക്കൾ. അതാണല്ലോ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. ഇപ്പൊ പുത്രത്വത്തിൽ ക്രിസ്തു നമ്മോട് ഏകീഭവിച്ചു, മക്കൾ എന്ന നിലയിൽ. ആ പുത്രത്വത്തിലെ വ്യത്യാസം നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, ആവർത്തിക്കുന്നില്ല. അതിൻ്റെ തന്നെ 2-ാമത്തെ മുഖം, മറുവശമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. അപ്പോൾ സാഹോദര്യത്തിൽ കർത്താവ് നമ്മോട് ഏകീഭവിച്ചു. ഇൻ ബ്രദർഹുഡ് he became one with us. സ്തോത്രം. ദൈവത്തിന്റെ പുത്രത്വത്തിലും നമ്മളോടുള്ള സാഹോദര്യത്തിലും യേശുക്രിസ്തു വിശുദ്ധന്മാരോട് ഏകീഭവിച്ചു. സ്തോത്രം. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കാര്യം. യേശുക്കർത്താവിന് നമ്മോടുള്ള ഏകീഭാവം, വിശുദ്ധന്മാരോടുള്ള ഏകീഭാവം കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തമായത് പിന്നീടാണെന്ന് മാത്രം.
യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിലാണ്. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനോടകം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പം ആ പുത്രത്വത്തിന്റെ അവസ്ഥ അപ്പോൾ തന്നെ കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു ശിഷ്യന്മാർക്ക്. അപ്പോൾ തെളിവ് നമുക്കവിടെ ഉണ്ട്, പക്ഷെ അത്ര വ്യക്തമല്ല. സ്തോത്രം. കൂടാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും വായിച്ച കാര്യവും, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ, പരസ്യമായിട്ട് യേശു അമ്മ മറിയ ഉൾപ്പെടെ ഉള്ളവർ കേൾക്കെ പറഞ്ഞ കാര്യ. ശാരീരികമായ ഒരു ബന്ധമല്ല എൻ്റെ സാഹോദര്യത്തിനുള്ളതെന്ന് യേശു അവിടെ വ്യക്തമാക്കി. പകരം എൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്, അല്ലെ ദൈവവചനം അനുസരിക്കുന്നവർ, സരളമായിട്ട് പറഞ്ഞാൽ വചനം അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട സൂചനകളിലൂടെ ക്രിസ്തുവിന് നമുക്ക് ക്രിസ്തുവിനോടുള്ള ഏകീഭാവത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് വളരെ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നും കൂടെ ഞാൻ തെളിച്ചു പറയാം. യേശുക്രിസ്തു തൻ്റെ എപ്പോഴാണ് ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് സംബോധന ചെയ്യുന്നത്? ഫസ്റ്റ് അഡ്രസ് ഓഫ് ദ ഡിസൈപ്പിൾസ് ആസ് ബ്രദേഴ്സ്, യാ ബ്രദറൻ. ശിഷ്യന്മാരെ യേശുക്രിസ്തു ഏറ്റവും ആദ്യം സഹോദരന്മാരെന്ന് സംബോധന ചെയ്തത് എപ്പോഴാണ്, അല്ലെങ്കിൽ എവിടെയാണ്? John 17. John 17. വേറെന്തെങ്കിലും? വെളിപ്പാട് 1:9. വെളിപ്പാട് 1:9. ഉയർ എന്തുവാ 49:50? മാത്യു. ഒന്ന് വായിക്കാമോ? എനിക്ക് ആ വാക്യങ്ങൾ ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാ. 49. Pointing to his disciples, he said, "Here are my mother and my brothers." അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മർക്കോസ് 8 ഇപ്പം ഞാൻ പറഞ്ഞത്. എൻ്റെ സഹോദരന്മാരും എൻ്റെ അമ്മയും ആരാ? എൻ്റെ വചനം കേട്ട കർത്താവിന്റെ ഇഷ്ടം. അത് കർത്താവ് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ സൂചന നമുക്ക് ഈ 1-2 ഭാഗങ്ങളിലുണ്ട്. എന്നാൽ വ്യക്തതയോടെ കർത്താവ് ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിച്ചത് യോഹന്നാൻ 20. യോഹന്നാൻ 20 John 20. 20:17 അല്ലേ? Yes. Only after the resurrection. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് യേശു കർത്താവ് അങ്ങനെ ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് നേരിട്ട് വിളിച്ചത്. മറ്റേ സൂചനകളുണ്ട്. സ്തോത്രം. അത് വളരെ വലിയ ഒരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ക്രിസ്തുവിന് സഹോദരങ്ങളാകണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രായശ്ചിത്ത മരണത്തിലൂടെയുള്ള വീണ്ടെടുപ്പും
ആ പുണ്യാഹ രക്തത്താലുള്ള ശുദ്ധീകരണവും പ്രാപിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ക്രൂശാണ് ഈ ഒരു വിശുദ്ധന്മാരുമായുള്ള ഏകീഭാവത്തിന് ഏറ്റവും അടിസ്ഥാന ഘടകം. As we have seen now, Christ had given glimpses that his disciples were his brethren. While he taught the disciples prayer to address God as their Father. And as we now heard from Matthew 12 and also from Mark 8 last week, when Jesus declared publicly that who are my mother and brothers, not who are related to me by birth or by human relationships, but those who follow the commandments of my Father. So these were the glimpses that his disciples are his brethren. But very openly he addressed his disciples as his brethren only after the resurrection. That means the cross, the atoning death of Jesus on the cross, and the resurrection of Jesus Christ are the very fundamental to this brotherhood and to this sonship of God for man, or for the identification, solidarity of Jesus Christ with his saints. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളും യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളുമാക്കി തീർക്കുന്ന അടിസ്ഥാന ഘടകം. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുള്ള യാതൊരു ഭക്തനും ദൈവത്തിൻ്റെ മക്കളും യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളുമാകുവാൻ ഒരു തടസ്സവുമില്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കുമല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരുമായിട്ടുള്ള ഏകീഭാവം രണ്ട് കാര്യങ്ങളിൽ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തിൻ്റെ പുത്രത്വത്തിൽ. രണ്ട്, സാഹോദര്യത്തിൽ. മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ഓർമ്മയുണ്ടോ? 10-ാം വാക്യത്തിലാ. പറയാമോ ഏതാണെന്ന്? കഷ്ടാനുഭവം. രക്ഷാനായകനാണ്. വിശുദ്ധന്മാരുമായിട്ട് തേജസ്സിൽ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. സ്തോത്രം. അപ്പോൾ കർത്താവിന് വിശുദ്ധന്മാരുമായിട്ടുള്ള മൂന്നാമത്തെ ഏകാത്മകത തേജസ്സിലുള്ള ഏകാത്മകതയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവും തേജസ്സിൽ, നാമും തേജസ്കരിക്കപ്പെടും. സ്തോത്രം. തേജസ്സിലും നാമും കർത്താവും ഒന്നാകുന്നു. ഇൻ ഗ്ലോറി or in glorification.
സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ഏകീഭാവം ഒന്നാമത്തെ രണ്ട് നമ്മളിപ്പോൾ കണ്ടു. മനുഷ്യരോടുള്ള പൊതുവായ ഏകീഭാവവും വിശുദ്ധന്മാരോടുള്ള പ്രത്യേകമായ ഏകീഭാവവും. സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ നമ്മോടുള്ള ഏകീഭാവവും നമുക്ക് ക്രിസ്തുവിനോടുള്ള ഏകീഭാവവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഒരു കാര്യം, ആദ്യത്തേത് വന്നു കഴിഞ്ഞു. യേശു ക്രിസ്തു നമ്മോട് ഏകീഭവിച്ചത്, നമ്മോടെന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയോട് പൊതുവെ ഏകീഭവിച്ചതിൽ കർത്താവിൻ്റെ താഴ്മയും താഴ്ചയും നമുക്ക് കാണാം. ജീസസ് ഹ്യൂമിലിറ്റി, ഓൾസോ he was humiliated, his humiliation. Both are seen in his solidarity with humanity. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ താണവനായി തീർന്നതിലും ജഡരക്തങ്ങളോടുകൂടിയവനായതിലും മരണാധീനനായതിലും എല്ലാം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ താഴ്മയും കാണാം, യേശുക്രിസ്തുവിൻ്റെ താഴ്ച അഥവാ നിന്ദിക്കപ്പെടുന്നതും കാണാം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ മറുഭാഗം, കർത്താവ് നമ്മെപ്പോലെ ആയപ്പോൾ നമ്മെയും കർത്താവ് തന്നെ പോലെ ആക്കുകയാണ്. സ്തോത്രം. A reciprocal action. When he became just as a human being in everything except sin, he is bringing or taking us to his identity, back to divine original purpose. യേശുക്രിസ്തു നമ്മിൽ ഒരുവനെ പോലെ, മനുഷ്യരിൽ ഒരുവനെ പോലെ ആയി തീർന്നു സകലത്തിലുമെന്ന് നമ്മൾ കണ്ടു. എന്തിനു വേണ്ടി? നമ്മെ അവനോട് അനുരൂപരാക്കാൻ. When he was humbled and humiliated, we are exalted and glorified. യേശുക്രിസ്തു നമുക്ക് വേണ്ടി താഴ്ച വന്നവനായി, നിന്ദിതനായി തീർന്നപ്പോൾ നമ്മെ കർത്താവിനോട് അനുരൂപരാക്കിക്കൊണ്ട് കർത്താവ് നമ്മെ ഉയർത്തുകയും മഹത്വീകരിക്കുക അഥവാ തേജസ്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തുവിനോടുള്ള ഏകീഭാവം നമുക്ക് ലഭിക്കുന്ന തേജസ്കരണമാണ്, നമുക്ക് ലഭിക്കുന്ന മഹത്വീകരണമാണ്. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന എക്സോൾട്ടേഷൻ, ഉയർച്ചയാണ്. കർത്താവ് താണു വന്നു നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. സ്തോത്രം. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ആദ്യത്തെ രണ്ടുകളിലുണ്ടോ?
ഇല്ല. എങ്കിൽ മൂന്നാമത്തെ രണ്ട്, ക്രൈസ്റ്റ് ജോയസ് ആക്ഷൻ, യേശുക്രിസ്തുവിന്റെ വളരെ സന്തോഷകരമായ പ്രവൃത്തി. അതിനുമുണ്ട് രണ്ട് മുഖങ്ങൾ. ഒന്നാമത്തെ മുഖം എന്താ? Praising God. യാ, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. സ്തോത്രം. കീർത്തിക്കും. ഹ്യൂംനിയോ, HUMNEO, ഹ്യൂമനിയോ, ഗ്രീക്കിൽ. സ്തോത്രം. ഹ്യൂംനിയോ. ഈ ഹ്യൂംനിയോ അതിന്റെ മൂലവാക്ക് ഹുംനോസ് എന്ന, HUMNOS, ഹുംനോസ്. ഈ ഹുംനോസിൽ നിന്നാണ് നമ്മുടെ ഇംഗ്ലീഷിലെ ഹീം വന്നിരിക്കുന്നത്. ഹീം, കീർത്തനം. HYMN, ഹീം, കീർത്തനം വന്നിരിക്കുന്നത്. ഹീം എന്ന് പറഞ്ഞാൽ ടു സെലിബ്രേറ്റ്, കീർത്തനം എന്ന് പറഞ്ഞാൽ ആഘോഷമെന്ന്. ഓർ പ്രൈസ് വിത്ത് എ ഹീം, പാട്ടുപാടി സ്തുതിക്കുക. ഇതാണ് ഹീം, കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ. ഓർ ടു സിങ് എ സോങ് ഓഫ് പ്രൈസ്, ടു സിങ് എ സോങ് ഓഫ് പ്രൈസ്, കീർത്തിക്കുക, സ്തുതിയുടെ പാട്ട് പാടുക. ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ കുറിച്ചുള്ള സ്തുതി, പുകഴ്ചയുടെ പാട്ട് പാടുക. ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ, അല്ല ഒരു സംഭവത്തെക്കുറിച്ചോ ആയിക്കോട്ടെ. ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ഒരു സംഭവത്തെയോ കുറിച്ചുള്ള പ്രശംസനീയമായ കാര്യങ്ങൾ, പുകഴ്ചയുടെ കാര്യങ്ങൾ പാടുന്നതിനെയാണ് ഹീം അഥവാ കീർത്തനമെന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെ യേശു കർത്താവിന് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു, നിന്റെ നാമത്തെ എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിന്റെ നാമത്തെ, ഞാൻ നിന്റെ നാമത്തെ, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുക, സ്തുതിക്കുക, പുകഴ്ത്തുക. Very joyous deed Christ does. സ്തോത്രം. യേശു കർത്താവിന് വളരെ സന്തോഷകരമായ ഒരു കാര്യം പിതാവിന്റെ നാമത്തിന് കീർത്തനം ചെയ്യുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളത് യോഹന്നാൻ 17 ആദ്യത്തെ വാക്യങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ച് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ 17 ക്രിസ്തു പിതാവിനോട് പറയുന്നത്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ ഞാൻ തികച്ചു, നിന്നെ മഹത്വപ്പെടുത്തി. പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്തു പിതാവിനോട് പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി,
നീ എന്നെ മഹത്വപ്പെടുത്തണമേ. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ശബ്ദമൊക്കെ ഉണ്ടായി, ഞാൻ ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും. ഇത് ത്രിയേക ദൈവത്തിന്റെ വളരെ ആനന്ദകരമായ ഒരു കാര്യമാണ്. പിതാവ് പുത്രനെയും, അതായത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം പരസ്പരം പ്രകീർത്തിക്കുന്നത്, സ്തുതിക്കുന്നത്, ഒരാൾ അടുത്തയാളിനെ പറ്റി മഹത്വകരമായി സംസാരിക്കുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴെല്ലാം പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. നല്ല ഗുരു എന്നുപോലും ഒരുത്തൻ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല. രണ്ട് കാര്യങ്ങൾ അവിടെ കർത്താവ് പറയുന്നത്. നീ എന്നെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ നീ എൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. രണ്ട്, പുത്രൻ പിതാവിന് മഹത്വം കരയേറ്റുകയുമായിരുന്നു. ആ രണ്ട് കാര്യങ്ങളും ആ ഒരു പ്രയോഗത്തിനകത്തിലുണ്ട്. ആ രണ്ട് കാര്യങ്ങളും. അപ്പോൾ യേശുക്രിസ്തുവിന് സന്തോഷകരമായ ഒരു കാര്യമാണ് പിതാവിനെ മഹത്വപ്പെടുത്തുക. നമുക്കും ദൈവത്തെ സ്തുതിക്കുന്നതിൽ ആനന്ദമുണ്ടാകണം. സങ്കീർത്തനങ്ങളിലൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, സന്തോഷത്തോടെ ദൈവത്തിന് പാടുവാൻ. വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ അടിച്ച് ശബ്ദമൊക്കെ ഉയർത്തി ദൈവത്തിന് പാടുവാൻ പറയുന്നത് ഈ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഉള്ള ആഹ്വാനമാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ എന്നൊക്കെ പറയുന്നത് ഇക്കാര്യമാണ്. നമ്മൾ ദൈവത്തെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുക. പക്ഷെ നമ്മുടെയൊക്കെ ഇടയിൽ ഈ പറഞ്ഞു പറയിപ്പിക്കുന്ന, ഞെക്കിപ്പഴിപ്പിക്കുന്ന പരിപാടിയാണ്. അത് ദൈവത്തിന് വേണ്ട. നമ്മുടെ ഇടയിലെ സ്തോത്രവും ഹല്ലേലൂയയും കൈ പൊക്കി, കൈ വീശി, കൈ അടിച്ച് ഉള്ള സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രസംഗകന് വേണ്ടിയിട്ടാണോ അതോ ദൈവത്തിന് വേണ്ടിയിട്ടാണോ? ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡിലത്തെ കാര്യം ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യത്തിലല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടന്നു വരുന്ന കാര്യങ്ങളിലെ അടിസ്ഥാനത്തിൽ. 3 പ്രാവശ്യം പറയുന്നതൊക്കെ ഏതായാലും പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള. ഒരു പ്രാവശ്യമായാലും ശരി, അത് തന്നെയാ. അവർക്ക് പ്രസംഗത്തിന് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി അങ്ങ് പറയിപ്പിക്കുക. ആണോ? എല്ലാരും ശ്രദ്ധിക്കുന്നു എന്നൊക്കെ വരുത്താനോ? അവരേതാണ്ടൊരു വലിയ കാര്യം പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില പ്രത്യേക പ്രസംഗകരാണ്, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന പെന്തക്കോസ്ത് പ്രസംഗകരിലെ പ്രധാനപ്പെട്ട പ്രസംഗകരൊക്കെ അവര് ഇപ്പോൾ ഒരു കാര്യം പറയുക, ചിലപ്പം അത് മൈക്കൊക്കെ ഒന്ന് അടുപ്പിച്ച് പിടിച്ച് അല്പം കൂടെ ബാസൊക്കെ ഇട്ട് അങ്ങോട്ടൊന്ന് പറയും. അവരെ പറഞ്ഞത് അവരുടെ ചിന്തയിൽ ഒരു വലിയൊരു ഒരു വലിയൊരു ആശയമാണ് പറഞ്ഞത്. എന്നിട്ട് അവരൊന്ന് പോസ് ചെയ്യും, ഒന്ന് മിണ്ടാ നിൽക്കും. അവർ പ്രതീക്ഷിക്കുന്നത് ജനമൊക്കെ
ഒക്കെ കൂടെ അങ്ങ് ആരാധിക്കണമെന്ന്. പക്ഷെ ജനം ആ നിലയിൽ ശബ്ദമൊന്നും ഉണ്ടാക്കി പ്രതികരിക്കാതിരിക്കുമ്പം ഇവർ പറയും, ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശരിയല്ലേ? എന്നിട്ട് ചിലപ്പോൾ പറയും, മനസ്സിലായവര് കൈ അടിച്ച് ഒരു 10 സെക്കൻഡ്, ചിലർക്ക് ഇപ്പോഴിങ്ങനെ പറയാം, ഒരു 10 സെക്കൻഡ്. ഈ 10 സെക്കൻഡ് എന്തോ കൈയടിക്കാനാ? ഇത് ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ പറഞ്ഞു ചെയ്യിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതെല്ലാം പ്രസംഗകന് വേണ്ടിയാ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും. കാരണം അങ്ങനെ ചെയ്ത് കേൾക്കുമ്പം പ്രസംഗിക്കുന്നയാളിനൊരു സുഖമുണ്ട്. ഞാൻ പരീക്ഷണാർത്ഥം ചില ടി വി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും അവിടെയൊക്കെ കണ്ടിട്ടുള്ള ചില സംഗതികൾ, ടിവിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ടി വി വെച്ചിട്ടില്ല. അതുകൊണ്ട് ടി വി പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയായില്ല. അതുകൊണ്ട് ഞാൻ തെളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അപ്പം ചിലരൊക്കെ ചില പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് പരീക്ഷണാർത്ഥം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ആസ്വദിക്കാൻ വേണ്ടി ഇതൊന്നും ഞാൻ കാണാറില്ല, കണ്ടിട്ടില്ല. അപ്പോൾ പറയും, നിങ്ങൾ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒന്ന് കൈയടിച്ച് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. സ്വയം അവർ പറയും. സെക്യുലർ വേൾഡിൽ അത് പറയുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. കഥാപ്രസംഗക്കാരും പാട്ടുകാരും മിമിക്രിക്കാരും കൊമേഡിയൻസും ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. ജനം കൈയടിക്കുമ്പം ഇവർക്കൊരു പ്രോത്സാഹനമാണ്. സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ ഇപ്പം ഫുട്ബോൾ ലോകകപ്പ് നടക്കുക, ഓരോ ടീമിൻ്റെയും ആരാധകർ കൂടിയിരിക്കും. അതാത് ടീമിൻ്റെ മുന്നേറ്റത്തിൽ അവരുടെ ആരാധകർ ബഹളം ഉണ്ടാക്കുന്നത് ഈ കളിക്കാർക്കൊരു ആവേശമാണ്. ഏതാണ്ട് ഇതേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് നമ്മുടെ പ്രസംഗവേദികളിലും ഇന്ന് നടക്കുന്നത്. അത് ഈ പ്രസംഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ പാടുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാനാണ്. അതൊരു സെക്യുലർ സ്റ്റേജിൽ പറ്റും. ആത്മീയ വേദിയിൽ അത് വേണ്ട. പ്രസംഗകനോ പാട്ടുകാരനോ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ആരും സ്തുതിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കൈയടിച്ചാലോ കൈ പൊക്കിയാലോ മുട്ടുകുത്തിയാലോ കവിണ്ണു വീണ് കിടന്നാലോ ഒക്കെ നല്ല കാര്യം. ശബ്ദമുണ്ടാക്കണമെന്നില്ല. അല്ല, ഒരാൾക്ക് ശബ്ദമുണ്ടാക്കുന്നതാണ് സന്തോഷകരമെങ്കിൽ ആയിക്കോ, വിരോധമില്ല. മറ്റൊരാൾക്ക് ചിലപ്പോൾ ശാന്തമായി ഇങ്ങനെ ഇരിക്കാനായിരിക്കും. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് വളരെ ആഴത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ദൈവവചനത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ കേട്ടാൽ എനിക്ക് പിന്നെ മിണ്ടാൻ തോന്നത്തില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ ചർച്ചിൽ ചില ഗസ്റ്റ് പ്രസംഗകരൊക്കെ വരികയോ അല്ലെങ്കിൽ ചില സ്പെഷ്യൽ മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ മറ്റൊരിടത്ത് പോവുകയോ ചെയ്താൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് പ്രസംഗിക്കുന്നവർക്ക് ദേഷ്യം വരുമെന്ന്. ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പറയും, അനങ്ങാപ്പാറ പോലെ കുത്തിയിരിക്കുക, ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുക എന്നൊക്കെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ബഹളം വെച്ചുകൊണ്ടല്ല, ഞാൻ അവരെക്കാൾ കൂടുതൽ ആത്മാവിൽ സന്തോഷിക്കുക. ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് അറിയാതെ കണ്ണ് നനഞ്ഞൊഴുകും. ആരെയും കാണിക്കത്തില്ല. അത് ദൈവത്തിനാ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്തോഷകരമായൊരു ക്രിയയാണ് പിതാവിനെ കീർത്തനം പാടുക. നമ്മുടെയും ജീവിതത്തിൽ. സ്തോത്രം. ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്, അതിൽ പാടാറുണ്ട്, സ്തുതി കർണ ആരാധന കർണ മുझे ആനന്ദ് ഹൈ. ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും എനിക്ക് ആനന്ദകരമാണ്.
ആ നിലയിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് പകുതിക്ക് വെച്ച് നിർത്തുക. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെയാകാം. ഇപ്പോൾ തന്നെ സമയം 4 മിനിറ്റ് കൂടുതലായി. നിർത്തിക്കൊള്ളട്ടെ. വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിൽ നാളെ ബാക്കി സംസാരിക്കുകയും ചെയ്യാം, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.